ശ്രീജിത്ത്, ഇതിൽ എന്താണ് ഈഴവനായ തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയത് സതീശന് ഇഷ്ടമായില്ല. വി ഡി സതീശന് മുസ്ലിം ലീഗിന്റെ സ്വരമാണ്. NSSുമായി കൊമ്പ് കോർക്കാനില്ല. ക്രൈസ്തവ മത നേതൃത്വത്തിന്റെ പിന്തുണ നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ആവശ്യമെങ്കിൽ പെരുന്നയിൽ പോകും. നമുക്കറിയാം NSS SNDP സഹകരണം എന്നത് ജി സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ ഒരുമിച്ച് വേദിയിൽ വന്നിട്ടുണ്ട്. നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നാരായണ പണിക്കരും വെള്ളാപ്പള്ളി നടേശനും വേദിയിൽ വന്നിട്ടുണ്ട്. രണ്ടുപേരുടെയും ചിത്രങ്ങളൊക്കെ വെച്ച് വലിയ പോസ്റ്ററുകൾ രണ്ടു സംഘടനകളും വ്യാപകമായി ധാരാളം ഒട്ടിച്ചതാണ്. പക്ഷേ ആ കാലമൊക്കെ മാറി. വീണ്ടും ഏറ്റുമുട്ടലിന്റെ സമയം സ്വരവുമൊക്കെ ഉണ്ടായി. ഒരിക്കൽ കൂടി NSS SNDP സഹകരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്യുകയാണ്. പെരുന്നയിൽ പോകാൻ തയ്യാറാണ് എന്നും നായാടി മുതൽ നസ്രാണി വരെ എന്ന നിലയിലേക്ക് പഴയ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം മാറ്റി വിളിക്കാൻ തയ്യാറാണെന്നും ഒക്കെയാണ് പറയുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിലാണ് ഈ പരാമർശങ്ങളും ഈ നീക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നത് ഒട്ടും ചെറുതല്ലാത്ത സൂചനകൾ നൽകുന്നുണ്ടല്ലേ? വിജയകുമാർ, ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്തയുടെ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയ പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരമൊരു പ്രതികരണം നടത്തിച്ചത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനവും നേതൃത്വവും ഒരുമിച്ച് പോകില്ല എന്ന കാര്യം VD സതീശൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിനും ആ പ്രസംഗത്തിനും വലിയ തോതിലുള്ള പിന്തുണയും വലിയ ചർച്ചയും ആയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഇതാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ ഇത്തരം ഒരു പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത്. NSSന്റെ നേതൃത്വവുമായും വളരെ അടുത്ത ബന്ധമുള്ള ഒരാളല്ല VD സതീശൻ. സമുദായ നേതാക്കളുടെ തിണ്ണം നിറങ്ങരുത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളും മറ്റും VD സതീശൻ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന ഈ നായർ ഐക്യം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് VD സതീശനെതിരെ ഒരു പൊതു മുന്നണി ഉണ്ടാക്കുക, ഒരു വിപുലമായ ഒരു കൈകോർക്കൽ ഈ സമുദായ സംഘങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക എന്ന ഉദ്ദേശമാണ്. അത് ഈ VD സതീശനോടുള്ള എതിർപ്പിൽ NSSനെ കൂടി കൈകോർക്കാൻ കഴിയുമോ എന്ന സാധ്യതയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഘട്ടത്തിൽ തുറന്നിരുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശനും ഒന്നിച്ച് കാറിൽ പോയതിനെ പറ്റി സതീശൻ ആവർത്തിച്ച് വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നഖശികാന്തമുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് സതീശനോടുള്ള ഒരു ശക്തമായ എതിർപ്പ് വെള്ളാപ്പള്ളി പ്രകടിപ്പിക്കുന്നത്. ആ എതിർപ്പിലേക്ക് NSSനെ കൂടി കൂട്ടിച്ചേർക്കുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. യെസ്, ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുക, UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ഭരിക്കും എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. NSSനെയും SNDPയെയും തമ്മിൽ തല്ലിച്ചത് UDF ആണെന്ന് പറയുന്നു. NSSുമായി ഇനി കലഹമില്ല, നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ്. ആ നിലയിൽ അങ്ങനെ നീളുന്നുണ്ട് ആ പരാമർശങ്ങൾ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വഴിവെക്കാവുന്ന പരാമർശങ്ങൾ തന്നെയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ പെരുന്നയിലേക്ക് പോകും, നേതൃത്വവുമായി കാണും, തമ്മിൽ തല്ലി നിൽക്കേണ്ടവരല്ല SNDPയും NSSും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ NSSന്റെ പ്രതികരണം എന്താണ്? രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതികരണങ്ങളും പരാമർശങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ വരാൻ പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പാണ് ഇത്തരം പരാമർശങ്ങൾ SNDP ജനറൽ സെക്രട്ടറി പറയുന്നത് എന്നത് രാഷ്ട്രീയമായി കൂടി ചർച്ചയാകാൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.